ശ്യാമളകോമളാംഗം സീതാസമാരോപിത വാമഭാഗം പാണൗ മഹാസായക ചാരുചാപം നമാമി രാമം രഘുവംശനാഥം. കേരളദേശത്തെ പുരാതനവും പ്രസിദ്ധവുമായ ക്ഷേത്രങ്ങളിലൊന്നാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. ഖരദൂഷണ ത്രിശിരസുകളെയും അവരുടെ സൈന്യത്തെയും വധിച്ച ശേഷമുള്ള അത്യുഗ്രഭാവത്തിൽ ചതുർബാഹു മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലാണ് ശ്രീരാമസ്വാമി ഇവിടെ വാണരുളുന്നത്. കിഴക്കോട്ട് ദർശനമായി സ്ഥിതി ചെയ്യുന്ന ശ്രീരാമസ്വാമിയുടെ ഇരുവശത്തും ഐശ്വര്യത്തിൻ്റെ ഭഗവതിയായ ലക്ഷ്മി ദേവിയും സർവം സഹയായ ഭൂമിദേവിയും കുടികൊള്ളുന്നു. വില്ലുമംഗലം സ്വാമിയാറാണ് ഇത് പ്രതിഷ്ഠിച്ചതെന്നാണ് വിശ്വാസം. തൃശൂർ ജില്ലയുടെ പടിഞ്ഞാറ് ഭാഗത്തായി നാട്ടിക ഗ്രാമപഞ്ചായത്തിലാണ് തൃപ്രയാർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ജില്ലാ ആസ്ഥാനമായ തൃശൂരിൽ നിന്നും വാടാനപ്പള്ളി വഴി ഏകദേശം 24 കിലോമീറ്റർ സഞ്ചരിച്ചാൽ തൃപ്രയാർ ക്ഷേത്രത്തിലെത്താം. പ്രസിദ്ധമായ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്ന് ദേശീയപാത 66 വഴി 23 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ ഇവിടെ എത്താം. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ദേശീയപാത 66 വഴി ഏകദേശം 25 കിലോമീറ്ററാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ള ദൂരം. തൃശൂരാണ് ഏറ്റവും അടുത്തുള്ള പ്രധാന റെയിൽവേ സ്റ്റേഷൻ. തൃശൂർ ജില്ലയിലെ തൃപ്രയാറിൽ കരുവന്നൂർ പുഴയുടെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന തൃപ്രയാർ ക്ഷേത്രം പ്രസിദ്ധമായ 4 അമ്പലങ്ങളിലെ ആദ്യ ക്ഷേത്രമാണ്. കൂടൽമാണിക്യം ഭരതക്ഷേത്രം, തിരുമൂഴിക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രം, പായമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നിവയാണ് 4 അമ്പലങ്ങളിലെ മറ്റു ക്ഷേത്രങ്ങൾ. കർക്കിടക മാസത്തിൽ ഉച്ചയ്ക്ക് മുമ്പ് ഈ 4 ക്ഷേത്രങ്ങളിലും ദർശനം നടത്തിയാൽ അത്യുത്തമം എന്നാണ് വിശ്വാസം. കേരളത്തിലെ പ്രധാന ശ്രീരാമക്ഷേത്രങ്ങളിലൊന്നായ ഇവിടുത്തെ വിഗ്രഹം ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ പൂജിച്ചതാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. തൃപ്രയാർ എന്ന സ്ഥലനാമത്തിനു പിന്നിൽ പല ഐതിഹ്യങ്ങൾ പറഞ്ഞു കേൾക്കുന്നതിൽ പ്രധാനം ഇപ്രകാരമാണ്. വാമനാവതാര വേളയിൽ ഭഗവാൻ ത്രിവിക്രമനായി വളർന്നു വന്നപ്പോൾ ഭഗവാന്റെ ഒരു പാദം സത്യലോകത്തിലേക്കെത്തി. ബ്രഹ്മാവ് പരിഭ്രമിച്ച് തൻ്റെ കമണ്ഡലുവിലുള്ള തീർത്ഥമെടുത്ത് ഭഗവത് പാദത്തിൽ അഭിഷേകം ചെയ്തു. ആ തീർത്ഥജലം അവിടെ നിന്നും ഒഴുകിയപ്പോൾ കുറേ ഭാഗം ഭൂമിയിലും പതിച്ചു എന്നാണ് ഐതിഹ്യം. ആ തീർത്ഥജലമാണത്രേ തൃപ്രയാർ ആയത്. തിരുപാദം കഴുകിയത് ആറായി തീർന്നപ്പോൾ അത് തിരുപ്പാതയാറായി. അത് ശോഷിച്ച് തൃപ്പാതയാറും പിന്നീട് തൃപ്രയാറുമായി മാറി എന്നാണ് വിശ്വസിച്ചു പോരുന്നത്. ആര്യാഗമനത്തിനു മുമ്പ് തൃപ്രയാർ ക്ഷേത്രം ഒരു ദ്രാവിഡ ക്ഷേത്രമായിരുന്നു. ശാസ്താവായിരുന്നു പ്രധാന പ്രതിഷ്ഠ. പിന്നീട് ആര്യവൽക്കരണത്തിന് ശേഷം ശാസ്താവിൻ്റെ പ്രതിഷ്ഠയെ പുറത്തേക്ക് മാറ്റുകയും പകരം ചതുർബാഹുവായ ശ്രീരാമനെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. പുലർച്ചെ 3 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8 മണി വരെയുമാണ് തൃപ്രയാർ ക്ഷേത്രത്തിലെ ദർശന സമയം.
നിത്യേന 3 പൂജകളും 3 ശീവേലിയുമുള്ള തൃപ്രയാർ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ വെടിവഴിപാട്, കളഭാഭിഷേകം, പാൽപായസം, ഉദയാസ്തമന പൂജ, ത്രിമൂർത്തി ചൈതന്യമുള്ള ഭഗവാന് മീനൂട്ട് എന്നിവയാണ്. വൃശ്ചിക മാസത്തിലെ കറുത്ത ഏകാദശി ദിവസം നടക്കുന്ന ഏകാദശി മഹോത്സവമാണ് തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലെ പ്രധാന വിശേഷാവസരം. അന്നേ ദിവസം ശ്രീദേവി ഭൂദേവി സമേതനും ഉഗ്രമൂർത്തിയുമായ തൃപ്രയാറപ്പനെ ദർശിച്ചാൽ കടുത്ത ദുരിതങ്ങളും ദാരിദ്ര്യവും അകലുമെന്നാണ് വിശ്വാസം. മീനമാസത്തിലെ ആറാട്ടുപുഴ പൂരത്തിന് നെടുനായകത്വം വഹിക്കുന്നു എന്ന ഒരു സവിശേഷത കൂടിയുണ്ട് തൃപ്രയാറപ്പന്. പ്രധാന ദേവനായ ശ്രീരാമസ്വാമിയെ കൂടാതെ ഗണപതി, ദക്ഷിണാമൂർത്തി, ധർമ്മശാസ്താവ്, ശ്രീകൃഷ്ണൻ, ഹനുമാൻ, ചാത്തൻ എന്നിവരും തൃപ്രയാർ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു. തന്നെ വന്നു കണ്ടു തൊഴുത് ദർശന സായുജ്യമടയാൻ എത്തുന്ന ഭക്തലക്ഷങ്ങൾക്ക് സർവ്വവിധ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്ത് പരിലസിക്കുകയാണ് ശ്രീരാമചന്ദ്ര ഭഗവാൻ തൃപ്രയാറിൽ. കൊടുങ്ങല്ലൂർ ശ്രീകുരുംബ ഭഗവതി ക്ഷേത്രം, ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളും തൃപ്രയാർ ക്ഷേത്രത്തിന് സമീപ പ്രദേശങ്ങളിലായിട്ട് സ്ഥിതി ചെയ്യുന്നു.